ശ്രീ ജേക്സി തോമസ്, പല കണക്കുകളും യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാത്തതാണ് എന്നുള്ളതാണ് ഉയരുന്ന വിമർശനം. എന്താ ഉറക്കം വരുന്നു. ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നത്തെ അതിന്റെ വസ്തുതകൾ വിശകലനം ചെയ്തിട്ടുള്ളവർ സത്യസന്ധമായി തലയിൽ കൈവച്ചുകൊണ്ട് കോപാകുലരാകുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു മാറ്റവും ഇല്ലല്ലോ. ഒരു മൃതദേഹം സംസ്കരിക്കാൻ ഏത് വകയിലാണ് 75,000 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നത്? ഈ മെമ്മോറാണ്ടം രൂപീകരിക്കുന്ന സമയത്ത് പൂർണ്ണമായി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പൂർണ്ണമായി മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ടാവില്ല. ഇനി നാളെയും നമുക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ ചാലിയാറിലും മറ്റു പ്രദേശത്തും കാണും. 14-ാം ദിവസം പൂർണ്ണമായി മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നില്ല എന്നാണ്, സംസ്കരിച്ചിരുന്നില്ല. അതാണ് നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. ചില മതവിശ്വാസികൾക്ക് അവരുടേതായ സ്ഥലം എടുത്ത് കുടിച്ചിട്ടായിരിക്കാം മൃതദേഹം സംസ്കരിക്കുന്നത്. അപ്പൊ സ്ഥലം എടുക്കുന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ പണം ചെലവാക്കേണ്ടതായി വരും. അങ്ങനെ സ്ഥലം എടുക്കുന്നത് അടക്കമുള്ള പ്രതീക്ഷിതമായ തുകയിലേക്ക് കണക്ക് കൂട്ടുമ്പോൾ ഒരു മൃതദേഹം സംസ്കരിക്കാൻ ചിലപ്പോൾ 75,000 വേണ്ടി വന്നേക്കാം. ശ്രീ ജിൻഡോ ജോൺ, പള്ളികളും മഹല്ല് കമ്മിറ്റികളും ഒക്കെ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. എന്റെ അറിവിൽ അവരാരും ശവസംസ്കാര ചടങ്ങുകൾക്ക് പണം വാങ്ങാറില്ല. പക്ഷേ ഇനി എങ്ങാനും സ്ഥലമെടുത്ത് മൃതദേഹം സംസ്കരിക്കാൻ സ്ഥലം എടുക്കേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് 75,000 രൂപ ഒരു മൃതദേഹത്തിന് വകയിരുത്തിയിരിക്കുന്നത്. ഇതിലും ഭേദം നിങ്ങൾ അങ്ങ് തോക്കെടുത്ത് വെടിവെച്ച് കൊല്ലുന്ന ഇത്തരം പണിയായി എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ അതിനെ ന്യായീകരിക്കുകയും ചെയ്യാം. നിങ്ങൾ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ പണ്ട് PPE കിറ്റ് 500 രൂപയുടെ PPE കിറ്റ് നിങ്ങൾ 1,500 രൂപയ്ക്ക് മേടിച്ച് കോവിഡ് കാലത്ത് തട്ടിപ്പ് നടത്തിയതിനെ കുറിച്ചിട്ടുള്ള പരാതി ഇപ്പോഴും നിലവിലുണ്ട്. അതേ നിലവാരത്തിലാണ് നിങ്ങൾ ഈ ആളുകൾക്ക്, സന്നദ്ധ പ്രവർത്തകർക്ക് 6,000 രൂപയുടെ കിറ്റ് കൊടുത്തതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഇവിടെ അതുകൂടെ മനസ്സിലായില്ലേ? ഇപ്പൊ ശവമടക്ക കുംഭകോണാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ജയ്ക്ക് മറക്കരുത്. ഇവിടെ ബെയിലി പാലത്തിന്റെ അനുബന്ധ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ 1 കോടി രൂപ ചെലവാക്കിയത്? എനിക്കറിയില്ല. വോളണ്ടിയേഴ്സിനെ ട്രാവലിംഗ് അലവൻസ് ആയിട്ട് അവരെ കൊണ്ടുപോകുന്നതിന് വാഹന ചെലവായിട്ട് 4 കോടി രൂപ ചെലവഴിച്ചു. എത്ര വാഹനങ്ങൾ ഉപയോഗിച്ചു? എത്ര വോളണ്ടിയേഴ്സിനെ നിങ്ങൾ അങ്ങനെ വാഹനങ്ങൾ ഉപയോഗിച്ച് സർക്കാർ സംവിധാനത്തിൽ യാത്ര ചെയ്യിപ്പിച്ചു? പറയാൻ പറ്റുമോ? 10 കോടി രൂപയുടെ ഫുഡും വെള്ളവും നിങ്ങൾ അവിടെ വിതരണം ചെയ്തിട്ടുണ്ട് വോളണ്ടിയേഴ്സിന്. അത് എങ്ങനെയാണ്, എത്ര രൂപയുടെയാണ് കൊടുത്തത്, എത്ര ദിവസം കൊടുത്തിട്ടുണ്ട് സർക്കാർ സംവിധാനത്തിൽ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അത്രയും രൂപ 10 കോടി രൂപ നിങ്ങൾ ചെലവഴിച്ചെങ്കിൽ ആ വൈറ്റ് കാർഡിന്റെ ആളുകൾ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തതിന് നിങ്ങൾ തടഞ്ഞത്. സർക്കാരിന് അത്രയും കൂടി കോടി രൂപ ലാഭം ഉണ്ടാകുമായിരുന്നില്ലേ? അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അത് തടഞ്ഞിട്ട് 10 കോടി രൂപയുടെ ഫുഡ് നിങ്ങൾ ചെലവഴിച്ചു എന്ന് പറഞ്ഞാൽ എത്ര രൂപ വെച്ചിട്ടാണ് ഒരാൾക്ക് ചെലവഴിച്ചത്? എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു? എത്ര സ്ഥലത്ത് കൊടുക്കാൻ കഴിഞ്ഞു? എത്ര ദിവസം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയണം. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. താമസ സൗകര്യങ്ങൾക്കായിട്ട് 15 കോടി രൂപ ചെലവഴിച്ചു. ആരുടെ താമസത്തിന്, എത്ര ദിവസത്തെ താമസത്തിന്, എവിടെയാണ് റൂം എടുത്തത്, ഒരു റൂമിന് എത്ര രൂപയായിരുന്നു, എന്തായിരുന്നു ഇതിന്റെ ചെലവെന്ന് ഡീറ്റെയിൽ ചെയ്ത് പറയുന്നത്. ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യം നമുക്ക് വേറെല്ലാം പറയാം. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? 17 ക്യാമ്പുകളിൽ ഭക്ഷണം വിതരണം ചെയ്തിട്ട് 8 കോടി രൂപ ഇവർ ചെലവഴിച്ചെന്ന് പറയാം. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഈ കേരളം മുഴുവൻ അവിടേക്ക് ഭക്ഷണ സാധനങ്ങൾ സംഘടിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. കേരളം മുഴുവൻ അവിടേക്ക് വസ്ത്രങ്ങൾ സംഘടിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ക്യാമ്പിൽ 26,000 രൂപയുടെയാണ് വസ്ത്രം ഒരാൾക്ക് നൽകിയെന്നാണ് സർക്കാർ കണക്ക്. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു.